സ്പോർട്സ് ഇന്ന് തുടങ്ങും നാളെ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ആ ദിവസം ആകുമ്പോഴത്തേക്കും ഇന്നല്ല നാളെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ മാറ്റി വെച്ച് 2 ആഴ്ച കഴിഞ്ഞാണ് തുടങ്ങിയത്. 9 മണിയാകുമ്പോഴത്തേനും പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും ഒരു 8:30 ആകുമ്പോൾ ഗ്രൗണ്ടിൽ എത്തണം എന്നായിരുന്നു. ഞങ്ങളുടെ ബസ് 9 മണിക്കുള്ളായിരുന്നു. ഞങ്ങളൊരു 9:15 ആയപ്പോഴത്തേക്കിനും അവിടെ എത്തി. പിന്നെ എന്തായാലും 9 മണിയാകുമ്പോഴത്തേനും തുടങ്ങത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഹൗസ് വൈസ് ആയിട്ട് എല്ലാവരും നിർത്തി. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ നിർത്തി. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം നിർത്തി പരിപാടി തുടങ്ങുമ്പോഴത്തേനും 11 മണിയൊക്കെ ആയിരുന്നു. പിന്നെ ആദ്യമേ ബോയ്സിന്റെ ക്രിക്കറ്റ് ആയിരുന്നു. റെഡ് ഹൗസും ഗ്രീൻ ഹൗസും ആയിരുന്നു ആദ്യത്തെ മാച്ച്. ആക്കളി ഞങ്ങൾ തോറ്റു. പിന്നെ അത് കഴിഞ്ഞ് ബ്ലൂ ഹൗസും ഗ്രീൻ ഹൗസും ആയിരുന്നു. അതും ഞങ്ങൾ തോറ്റു. അങ്ങനെ ഞങ്ങൾ കളിയിൽ നിന്ന് പുറത്തായി. പിന്നെ ഉച്ചയ്ക്ക് ഹോസ്റ്റലിൽ പോയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ചിക്കൻ റൈസ് ഒക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി ബസ്സേ കയറിയതായിരുന്നു. അപ്പോഴാണ് ഗേൾസിന്റെ ക്രിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ബസ്സേ നിറഞ്ഞ് വീണ്ടും ഗ്രൗണ്ടിൽ വന്നു. ഇതും ആദ്യത്തെ കളി ഗ്രീനും റെഡും തമ്മിലായിരുന്നു. ആ കളി വെച്ച് ഞങ്ങൾ ജയിച്ചു. ബോയ്സിന്റെ ക്രിക്കറ്റ് പോയെങ്കിലും ഞങ്ങൾ ആ ഒരു കളി പിടിച്ചത് കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ കളിയുടെ ഉരുണ്ടടിച്ചുകൊണ്ട് റിയാമയുടെ കൈക്കൊക്കെ മാരകമായ പരിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനും ബസ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോയൊക്കെ പിടിച്ച് ഹോസ്റ്റലിൽ വന്നു.